ഇന്നലെ കേന്ദ്ര വനമന്ത്രി പറഞ്ഞത് ഈ വന്യജീവികളെ നേരിടുന്നതിൽ ഇപ്പൊ തന്നെ നിലവിൽ നിയമമാറ്റമൊന്നും വേണ്ട എന്നുള്ളതാണ്. അത് കേരളം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. പക്ഷെ അത് പഞ്ചായത്തിനൊക്കെ ചെയ്യാവുന്നതാണ്, കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും അതിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഭൂപേഷ് യാദവിൻ്റെയും അവകാശവാദങ്ങൾ അർദ്ധസത്യങ്ങളും വസ്തുതകളെ മറച്ചു വെക്കുന്നതുമായ ഒരു നടപടിയായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. എന്ന് മാത്രമല്ല, ഇത് കേരളത്തിലെ മലയോര മേഖലയിൽ വന്യജീവികളുടെ അക്രമം മൂലം ജനങ്ങളനുഭവിക്കുന്ന ദുരിതം സംബന്ധിച്ച് മലയോര കർഷകർ കാണിച്ചിട്ട് ഉത്കണ്ഠയോട് നീതി പുലർത്താത്തതും അവരുടെ ആവശ്യങ്ങളെ നിരാകരിക്കുന്നതുമായ ഒരു നിലപാടാണ്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ വനത്തിന് നിന്നും പുറത്തിറങ്ങി ജനങ്ങളെ മനുഷ്യരെ കൊല്ലുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യജീവികളെ കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട് എന്ന വാദം ശരിയാണ്. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ 11(1)(a) 11(1)(b) എന്നീ വകുപ്പ് പ്രകാരം ഈ അധികാരം സംസ്ഥാനങ്ങളിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട് എന്നതാണ് പറയുന്നത്. എന്നാൽ അതിലെ നിബന്ധന പ്രകാരം യാതൊരു വന്യമൃഗത്തെയും അതിനെ പിടികൂടാനോ മയക്കുവെടി വെക്കാനോ മറ്റു സ്ഥലങ്ങളിൽ മാറാനോ സാധിക്കുകയില്ല എങ്കിൽ മാത്രമേ അതിനെ കൊല്ലാൻ ഉത്തരവിടാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ഉത്തരവില്ല. ഒരു പ്രത്യേക കേസിൽ അതിനെ വെടിവെക്കാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് ബോധ്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ അവകാശമുള്ളൂ. ഇതിന് നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിച്ചു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിലെ ഒരു വകുപ്പ് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ ആ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും പാലിച്ചുകൊണ്ട് നടത്താൻ കഴിയുമെന്നുള്ളത് എല്ലാ വകുപ്പിനെയും ബാധിക്കുന്നൊരു പ്രശ്നമാണ്. വനം വകുപ്പിനെ മാത്രം ബാധിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിയമം ഉണ്ടാകും, നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമവും റൂൾസുമാണ്. എല്ലാ നിയമത്തിനും ഒരു റൂൾസ് ഉണ്ട്, ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ഏത് നിയമവും നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ഈ നിയമം എങ്ങനെ നടപ്പിലാക്കണമെന്നാണ്. നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഈ നിലവിലുള്ള നടപടിക്രമങ്ങൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമാണ് ഉള്ളത്. അവ ആകെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കടുവ, പുലി എന്നിവയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണ്. കടുവ, പുലി എന്നിവ പുറത്തിറങ്ങിയാൽ ആദ്യപടി എന്നുള്ള നിലയിൽ ഒരു 6 അംഗ സംഘം സമിതി പ്രാദേശികമായി രൂപീകരിക്കണം. അതിലാരൊക്കെ വേണം? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പ്രതിനിധി ഉണ്ടായിരിക്കണം. ഇതിനു പുറമെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCAയുടെ പ്രതിനിധി വേണം. മൃഗ ഡോക്ടർ വേണം. പ്രദേശത്തെ NGO പ്രതിനിധി, പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി, DFO തുടങ്ങിയവരുണ്ടായിരിക്കണം. ഇതാണ് ഒരു ഉപാധി. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ടിൽ ഒരു വന്യജീവി ഇറങ്ങിയാൽ ആ വന്യജീവിയെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പ്രാദേശികമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വന്യജീവി നമ്മുടെ കമ്മിറ്റി ഉണ്ടാക്കുന്നവരെ കാത്തു നിൽക്കും.